മാലദ്വീപിലെ യാത്രാ സംവിധാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്നത് അഡു അറ്റോളിലെ ഒരു ബോട്ട് സ്റ്റേഷനാണ്. കടലിൽ രൂപം കൊണ്ട ആയിരക്കണക്കിന് ദ്വീപുകളുടെ കൂട്ടമാണ് മാലദ്വീപ്സ്. അതുകൊണ്ട് തന്നെ ദ്വീപ് നിവാസികളുടെ യാത്രകളെല്ലാം കൂടുതലും കടൽ മാർഗമായിരിക്കും. 18ഓളം എയർപോർട്ടുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും തൊട്ടടുത്ത ഐലൻഡുകളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇത്തരം ബോട്ട് സർവീസുകൾ കൂടിയേ തീരൂ. RTL എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാജ്യ ട്രാൻസ്പോർട്ട് ലിങ്ക് ആണ് മാലദ്വീപ്സിലെ പ്രധാന പൊതുഗതാഗത സംവിധാനം. രാജ്യത്തുടനീളം നിരവധി ബോട്ട് സർവീസുകളും ബസ് സർവീസുകളും RTL നടത്തുന്നുണ്ട്. MTCC അഥവാ മാലദ്വീപ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് RTL. ടിക്കറ്റ് ബുക്കിങ്ങിനായി RTLൻ്റെ മികച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനും പ്രവർത്തിക്കുന്നുണ്ട്. മാലദ്വീപ്സിലെ കടൽ യാത്രകൾ ഓരോന്നും വിസ്മയങ്ങളും അല്പം സാഹസികതയും നിറഞ്ഞതാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ബോട്ട് യാത്ര ഏറെ ദുഷ്കരമായിരിക്കും. എയർപോർട്ട് സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ദ്വീപുകളിൽ നിന്നും തലസ്ഥാന നഗരമായ മാലെ സിറ്റിയിലേക്ക് 7 മണിക്കൂറോളം നീണ്ട ബോട്ട് യാത്രകൾ വേണ്ടി വന്നേക്കാം. കടൽ അനുകൂലമല്ലെങ്കിൽ യാത്രയുടെ ദൈർഘ്യവും കൂടും. 26 അറ്റോളുകളിലായി 1192 ഐലൻഡുകളാണ് മാലദ്വീപ്സിലുള്ളത്. ഇതിൽ 187 ദ്വീപുകളിൽ ജനവാസമുണ്ട്. 160ഓളം ഐലൻഡുകൾ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടുകളാണ്. അവശേഷിക്കുന്ന ഐലൻഡുകളെല്ലാം അൺഇൻഹാബിറ്റഡ് ഐലൻഡുകളാണ്. ദ്വീപുകളിലൂടെയുള്ള യാത്രകൾക്കായി RTLൻ്റെ ബസ് സർവീസുകളും ലഭ്യമാണ്. മികച്ച സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ചെറു ബസ്സുകളാണ് ദ്വീപുകളിലെ നിരത്തുകളിലൂടെ സർവീസ് നടത്തുന്നത്. മാലദ്വീപ്സിലെ കടൽ യാത്രകളുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കടും നീല നിറത്തിൽ അനന്തമായി കിടക്കുന്ന കടൽ കാഴ്ചകളാണ് എങ്ങും. ഇടയ്ക്ക് ചെറുദ്വീപുകളും പ്രത്യക്ഷപ്പെടും. ജീവനക്കാരെല്ലാം യൂണിഫോമിലാണ്. യാത്രക്കാരോട് നല്ല പെരുമാറ്റമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. 5 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളും 13ഓളം ഡൊമസ്റ്റിക് എയർപോർട്ടുകളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മാലദ്വീപ്സ് അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വിമാന സർവീസുകൾ ഈ രാജ്യത്തേക്ക് സർവീസ് നടത്തുന്നുമുണ്ട്.